മറ്റുള്ളവർ എന്തു പറയുമെന്നാലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു അച്ഛനും മകനും താമസിച്ചിരുന്നു. അച്ഛൻ ഒരു കച്ചവടക്കാരനായിരുന്നു. അയാൾ കച്ചവടത്തിന് വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിക്കുമായിരുന്നു. കച്ചവടത്തിന് സഹായിക്കുവാൻ വേണ്ടി ഒരു കഴുതയെയും അയാൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ കച്ചവടത്തിന് പോകുമ്പോൾ അയാൾ തൻ്റെ പ്രായപൂർത്തിയായ മകനെയും കൂടെ കൂട്ടി. തൻ്റെ പിൻഗാമിയായ ഈ മകൻ കച്ചവട തന്ത്രങ്ങൾ എല്ലാം പഠിക്കട്ടെ എന്ന് അയാൾ തീരുമാനിച്ചു. മരുഭൂമികളിലൂടെയും ചെറു ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ദൂരെയുള്ള ഒരു പുതിയ പട്ടണത്തിലേക്കാണ് അവർ ഇത്തവണ യാത്ര തിരിച്ചത്. മരുഭൂമിയിലൂടെ ഒരുപാട് സഞ്ചരിച്ചാൽ ഒരു ഗ്രാമം, പിന്നെയും മരുഭൂമി, പിന്നെയും ഗ്രാമം, അങ്ങനെയായിരുന്നു അവരുടെ ആ വഴിയുടെ രീതി. അങ്ങനെ കച്ചവടക്കാരനും മകനും കഴുതയും പതുക്കെ നടന്ന് മരുഭൂമിയിലൂടെ ആദ്യത്തെ ഗ്രാമത്തിലെത്തി. എന്നാൽ ഇവരെ കണ്ടതും ആ ഗ്രാമീണരെല്ലാം കളിയാക്കുവാൻ തുടങ്ങി. നോക്കൂ, അവർ എത്ര വിഡ്ഢികളാണ്! കയ്യിലൊരു കഴുത ഉണ്ടായിട്ടും അതിനെ ഉപയോഗിക്കാതെ ആ പൊരിവെയിലത്ത് അവർ മരുഭൂമിയിലൂടെ നടന്നു വന്നു. ഇത് കേട്ടതും ആ കച്ചവടക്കാരൻ ആകെ ആശയക്കുഴപ്പത്തിലായി. പിറ്റേ ദിവസം അവർ ആ ഗ്രാമത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ തൻ്റെ മകനോട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മരുഭൂമിയിലൂടെ അവർ അടുത്ത ഗ്രാമത്തിലെത്തി. എന്നാൽ ആ ഗ്രാമത്തിലെത്തിയതും അവിടുത്തെ ഗ്രാമീണർ ഇവരെ വീണ്ടും കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ നോക്കൂ, അയാൾ എത്ര ക്രൂരനാണ്! തൻ്റെ വയസ്സായ പിതാവിനെ നടത്തിക്കൊണ്ട് അവൻ സുഖമായി ആ കഴുതപ്പുറത്ത് ഈ മരുഭൂമി മുഴുവൻ കടന്നു വന്നു. ഇങ്ങനെയൊരു മകനെ കിട്ടുവാൻ അയാൾ എന്ത് പാപമാണോ ചെയ്തത് ആവോ? ഇത് കേട്ടതും ആ മകന് വല്ലാത്ത സങ്കടമായി. പിറ്റേ ദിവസം അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ പിതാവിനോട് കഴുതപ്പുറത്തിരിക്കുവാൻ അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ നടന്നു. പിതാവ് ആ കഴുതപ്പുറത്തുമിരുന്ന് അവർ അടുത്ത ഗ്രാമത്തിലെത്തി. എന്നാൽ അവിടെ എത്തിയതും ആ ഗ്രാമീണർ ഇവരെ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി. ഹോ, ഇയാൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്! തൻ്റെ മകനെ ആ മരുഭൂമിയിലൂടെ നടത്തുവാൻ വിട്ടിട്ട് അയാൾ സുഖമായി ആ കഴുതപ്പുറത്തിരുന്ന് സുഖിക്കുന്നു. നമ്മളാരും നമ്മുടെ മക്കളോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇതോടെ ആശയക്കുഴപ്പത്തിലായ ആ അച്ഛനും മകനും പിറ്റേ ദിവസം രണ്ടുപേരും ആ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു. ഇനി എങ്ങനെയാണ് നാട്ടുകാർ കുറ്റം പറയുക എന്നൊന്ന് കാണണമല്ലോ എന്നായി അവരുടെ മനസ്സിൽ. അങ്ങനെ അവർ അവസാനത്തെ അവരുടെ ആ പട്ടണത്തിലെത്തി. എന്നാൽ അവരെ കാത്തിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല. ഇവരെ കണ്ടതും ആ പട്ടണത്തിലെ ആളുകൾ പിറുപിറുക്കുവാൻ തുടങ്ങി. എന്തൊരു ക്രൂരന്മാരായ മനുഷ്യന്മാരാണ്! ആ സാധു ജീവിയുടെ പുറത്ത് രണ്ടുപേരും സുഖമായിരുന്ന് ആ മരുഭൂമിയിലൂടെ നടന്നു വന്നു. മനുഷ്യപ്പറ്റ് കുറച്ചെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുമായിരുന്നില്ല. ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട ആ കച്ചവടക്കാരനും മകനും പട്ടണത്തിലൂടെ തല താഴ്ത്തി നടന്നു. എന്നാൽ കുറച്ച് നടന്നപ്പോഴാണ് ആ പട്ടണത്തിൻ്റെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ബുദ്ധ സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് അവർ കാണുന്നത്. അവർ ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ സന്യാസി ചിരിച്ചു. എന്നിട്ട് ഇവരോട് ചോദിച്ചു, ഈ പട്ടണത്തിലുള്ളവരും കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളിനി എന്ത് രീതി പിന്തുടരാനാണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഈ ലോകത്തെ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനോ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനോ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ഒരു സമയത്തും വിജയിക്കുകയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ജീവിക്കുന്നു, പിന്നീട് മരിക്കുന്നു. ഈ ചിന്ത എപ്പോൾ മാറി നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ലക്ഷ്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അപ്പോഴേ നിങ്ങൾക്ക് സമാധാനവും വിജയവും പ്രാപ്തിയാവൂ. നിങ്ങൾക്ക് ദൈവം ചെവികൾ തന്നതെല്ലാം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ചിലതെല്ലാം കേൾക്കാതിരിക്കുവാനും കൂടിയാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം കൂടി വേണം. ആ ബോധത്തോടു കൂടി വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് ഒരു ധാരണയുമില്ലാതെ കണ്ണടച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ആപത്തിൽ ചെന്ന് ചാടും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളുടെ അടുത്ത് വേണം ഉപദേശം തേടുവാൻ. മറ്റുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവരുടെ സാധാരണ സ്വഭാവം മാത്രമാണ്. അത് കേട്ട് മനസ്സ് തളരാതെ നിങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ തുടരൂ. അങ്ങനെയെങ്കിൽ നിങ്ങളെ സമാധാനവും ജീവിത വിജയവും തേടിയെത്തും. സന്തോഷത്തോടെ യാത്രയാകൂ. സന്യാസിയുടെ ഈ ഒരു ഉപദേശത്തിൽ തൃപ്തരായ കച്ചവടക്കാരനും മകനും തൻ്റെ ജോലിയിൽ മുഴുകി യാത്രയായി.